യെസ്, പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അടുത്ത് എത്തിയിട്ടുള്ള ഈ കപ്പിൾ നമുക്ക് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങളുടെ നെക്സ്റ്റ് മാട്രിമോണിയുടെ പേജിൽ നിന്നാണ് ഇന്നത്തെ ഇവന്റിനെ പറ്റി ഇവർ അറിഞ്ഞിട്ടുള്ളത്. രണ്ടുപേരെ പേര് പറഞ്ഞോ. അഖിൽ, അന്ന. അഖിലും അന്നയും. യെസ്, രണ്ടുപേരും ഇന്ന് ഗൗരി ലക്ഷ്മിയുടെ പാട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫാമിലി ആയിട്ട് എത്തിയിരിക്കണം. എന്താ കുട്ടപ്പയുടെ പേര്? ദേവനന്ദ്. ദേവനന്ദിനോട് ചോദിക്കട്ടെ, ദേവനന്ദിന് മൈക്ക് കൊടുക്കട്ടെ. ദേവനന്ദിന് അറിയോ ആരാ ഗൗരി ലക്ഷ്മിന്ന്? ആദ്യമായിട്ടാണ് കാണണേ. ഗൗരി ലക്ഷ്മി എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ഗൗരി ലക്ഷ്മി ഇപ്പൊ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് അജിതാഹരി എന്ന് പറഞ്ഞൊരു പാട്ട് പാടും. അപ്പം ബേബി അറിയാണ്ട് കൈയടിക്കും. ഇത് നാളെ പറയില്ല എനിക്ക് ഗൗരി ലക്ഷ്മിനെ അറിയില്ല എന്ന്, കേട്ടോ? അപ്പൊ പപ്പയും മമ്മിയും കൊണ്ടുവന്നത് വെറുതെ ആയിരിക്കില്ല എന്ന് വീട്ടിൽ ചെന്നിട്ട് പറയണം, കേട്ടോ? ഇവർ രണ്ടുപേരും ആരാ നന്നായിട്ട് പാട്ട് പാടുന്നേ? ഒന്നും നോക്കണ്ട, പറഞ്ഞോ. ഞാൻ പാടില്ല. ജോലി ചെയ്യുമ്പോ അത് മൂളിപ്പാട്ടാണ്. അതും കൊണ്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ നല്ല പേടിയുണ്ടാവും. പാട്ട് പാടിയാലേ സമ്മാനം കൊടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നീ ഇവരോട് എന്ത് പറയും? ഞാൻ പറയുകയാണ്, ഈ സമ്മാനം തരണമെങ്കിൽ പപ്പയും മമ്മി ആരെങ്കിലും ഒരാൾ പാട്ട് പാടണമെന്ന്. അപ്പൊ നീ എന്ത് പറയും? പാട്ട് പാടാൻ പറയും. ആരോട്? മാമനോട്. മാമൻ പാട്ട് പാട്. അപ്പൊ പാട്ട് പാടാൻ പറഞ്ഞ് ഞാൻ കൂടുതൽ കഷ്ടപ്പെടുന്നില്ല. കാരണം ഗൗരി ലക്ഷ്മിയുടെ ഷോ തുടങ്ങാൻ സമയമായി. ഇവർ തൽക്കാലം പോയി പാട്ട് ആസ്വദിച്ചോട്ടെ. ഞങ്ങളുടെ നെക്സ്റ്റ് മാട്രിമോണിയുടെ അടിപൊളി സമ്മാനമായിട്ട് പൊക്കോളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എൻജോയ്. ബൈ.